ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നമ്മുടെ ഫെബ്രുവരി 10 ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ആണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നു എന്ന നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടിക്കാണും. എല്ലാവരും ലോഗിൻ ചെയ്യുക. സ്റ്റെപ്പ് 2 ലോഗിൻ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക, അവസാന നിമിഷത്തേക്ക് വെക്കേണ്ട. പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാം ഉണ്ട്. അതിനുശേഷം ഉടനെ തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ കുറിച്ച് കുറച്ച് പേര് സംശയം ചോദിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2016 നടന്ന എക്സാം ആയിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന എക്സാമാണ്. ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ എല്ലാവർക്കും ചോദിക്കുന്നുണ്ട്. 30 മിനിറ്റ്സ് ആണ്. അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലും ഉണ്ടാകും. 30 മിനിറ്റ്സ് ആണ്. ഇതിനകത്ത് 11:45 to 12:15 വരെയായിരുന്നു ടൈം കൊടുത്തിരുന്നത്. ആൻഡ് ഇതിനകത്തും ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ്, ലെറ്റർ റൈറ്റിംഗ് ഉണ്ട്, പ്രസി റൈറ്റിംഗ് ഉണ്ട്, എസ്സേ റൈറ്റിംഗ് ഉണ്ട്. ലെറ്റർ, പ്രസി ആൻഡ് എസ്സേ റൈറ്റിംഗ് ഉണ്ട്. ലെറ്ററിനും പ്രസിക്കും 10 മാർക്സും എസ്സേക്ക് 20 മാർക്കുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഈ ലെറ്റർ റൈറ്റിംഗ്, പ്രസി റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ് എന്നിവയൊക്കെ എങ്ങനെ നന്നായിട്ട് എഴുതാം, എങ്ങനെയാണ് ഒരു പ്രസി എഴുതുന്നത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എക്സാമിന് മുമ്പ് എങ്ങനെ പ്രസി എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ ലെറ്റർ റൈറ്റിംഗ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾക്കത് കമൻറ്റിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ലെറ്റർ റൈറ്റിങ്ങിനും എസ്സേ റൈറ്റിങ്ങിനും ഒരു ടോപ്പിക്ക് വരും. അതുപോലെ അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ലെറ്റർ റൈറ്റിംഗ് കൊടുക്കുമ്പോൾ പേഴ്സണൽ അല്ലെങ്കിൽ ഒഫീഷ്യലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വന്തം പേരോ അഡ്രസ്സോ ഒന്നും അതിൽ കൊടുക്കാൻ പാടില്ല. പിന്നെ എസ്സേയുടെ കാര്യത്തിലാണെങ്കിൽ 250 വാക്കുകളിൽ കൂടുതൽ ആവാൻ പാടില്ല. ആ ഒരു സ്പേസിൽ തന്നെ വേണം, കൊടുത്തിരിക്കുന്ന സ്പേസിൽ തന്നെ തികയ്ക്കുകയും വേണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ റോൾ നമ്പറൊക്കെ എഴുതാൻ സ്പേസ് ഉണ്ടാകും. പിന്നെ ലെറ്റർ റൈറ്റിങ്ങിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഇതാണ്. യു ഫൈൻഡ് ദാറ്റ് യുവർ കംപ്ലൈൻറ്റ് ടു ആൻ അതോറിറ്റി ഹാസ് നോട്ട് ബീൻ പ്രോപ്പർലി ഹീഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ സുപ്പീരിയർ ഓഫീസർ റിഗാർഡിംഗ് ദ ഇനാക്ഷൻ ഓഫ് ഹിസ് സബോർഡിനേറ്റ്. അപ്പം നമ്മൾ ഒരു അതോറിറ്റിക്ക് ഒരു എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സമീപിച്ചു, പക്ഷേ ആ ഓഫീസർ അത് ചെയ്തു തന്നില്ല. അപ്പോൾ അതിൻ്റെ സുപ്പീരിയറിന് നമ്മൾ ലെറ്റർ എഴുതുകയാണ്. അതായത് അവരുടെ സബോർഡിനേറ്റ് ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ട് അയക്കുകയാണ്. അങ്ങനെ ഒരു ലെറ്റർ എഴുതുക. സോ അതൊരു ഒഫീഷ്യൽ ലെറ്റർ ആണ്, അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ ആണ്. അടുത്തതാണ് റൈറ്റ് എ ലെറ്റർ ടു എ ഫ്രണ്ട് കൺഗ്രാജുലേറ്റിംഗ് ഹിം ഫോർ ദ സക്സസ് ഇൻ എക്സാമിനേഷൻ. ഒരു ഫ്രണ്ടിനെ അതിൻ്റെ പരീക്ഷയിൽ ജയിച്ചതിനുള്ള കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ലെറ്റർ എഴുതുക. റൈറ്റ് എ ലെറ്റർ ടു എ ഫ്രണ്ട് കൺഗ്രാജുലേറ്റിംഗ് ഹിം ഫോർ ദ സക്സസ് ഇൻ എക്സാമിനേഷൻ. അപ്പോൾ അത് എഴുതുക. ഈ രണ്ടിലും നമ്മുടെ ഒറിജിനൽ പേരോ സ്ഥലമോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അത് എഴുതുക. അപ്പോൾ ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ആലോചിക്കുക, നമുക്ക് എഴുതാൻ പറ്റുന്നത് ഏതായിരിക്കും എന്ന് ഓർത്തിട്ട് ചെയ്യുക. അല്ലാതെ ഒരു തവണ സെലക്ട് ചെയ്തിട്ട് പിന്നെ അത് പകുതിയാക്കി ഒന്നും എഴുതാൻ കിട്ടണില്ല എന്ന് വെച്ച് പിന്നെ കട്ട് ചെയ്ത് അടുത്ത് എഴുതാൻ നോക്കരുത്. അതിനുള്ള സ്പേസ് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എഴുതാൻ. അതിനുള്ളിൽ തയ്ക്കണം. ഇനി റൈറ്റ് എ പ്രസി ഫോർ ദ ഫോളോയിങ്. അപ്പോൾ ഒരു 2 പാരഗ്രാഫ് ഉള്ള ഒരു എസ്സേയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്രസീന്ന് വെച്ചാൽ സംഗ്രഹിച്ച് എഴുതുക എന്നാണ്. അപ്പോൾ ഈ ഒരു വേർഡ്സിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മൾ ചുരുക്കി എഴുതണം. എന്നാൽ എല്ലാ മീനിങ്ങും അതിനകത്ത് വരുവും വേണം, ഒന്നും വിട്ടുപോകാൻ പാടില്ല. അങ്ങനെ അപ്പോൾ പ്രസി എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, അത് റിപ്പോർട്ടഡ് സ്പീച്ചിലായിരിക്കണം. എപ്പോഴും അങ്ങനെയാണ്, ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് എഴുതാവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. കൂടാതെ പിന്നെ ഒരു എസ്സേ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് നമ്മൾ ഈ ആൻസർ എഴുതുന്നത്. അതുകൊണ്ടാണ് അത്രയും സ്പേസ് വിട്ടിരിക്കുന്നത്. ഇനി എസ്സേ എഴുതാൻ ചോദിച്ചിരിക്കുന്നതിന് 20 മാർക്കാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന 2 ടോപ്പിക്കുകളാണ്. ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് ദി സെഞ്ച്വറി, അതിനെപ്പറ്റിയുണ്ട്. ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി എന്താണ്? ഇപ്പോൾ ചിലവർ എഴുതും മൊബൈൽ ഫോൺ, ചിലർ ഇൻ്റർനെറ്റ്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിനെപ്പറ്റി വ്യക്തമായി ധാരണയോടുകൂടി എഴുതുക. 250 പേജിൽ കൊള്ളിക്കുക.
പീപ്പിൾ ഹാവ് ബിക്കം ഓവർലി ഡിപ്പെൻഡൻ്റ് ഓൺ ടെക്നോളജി. ആളുകൾ ടെക്നോളജിയെ വളരെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അപ്പം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയായി തീർന്നു ആളുകൾ എന്നുള്ളതാണ്. അതിനെപ്പറ്റിയാണ് എഴുതാൻ ഇഷ്ടമെങ്കിൽ അത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാണ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ 10+10+20 ആണ്. അപ്പോൾ ടോപ്പിക്കുകൾ ചൂസ് ചെയ്യുക, കറക്റ്റായിട്ട് നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ചൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ റിട്ടേൺ ഒബ്ജക്റ്റീവ് എക്സാമിന് 40% മാർക്ക് കിട്ടിയാൽ മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് എക്സാം വാല്യൂ ചെയ്യുകയുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ മാർക്ക് ഒരിക്കലും ഫൈനൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അത് കൗണ്ട് ചെയ്യില്ല. അത് ജസ്റ്റ് ക്വാളിഫയിങ് ആയാൽ മതി. അതായത് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അതിന് അവരൊരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ടായിരിക്കും, ആ കട്ട് ഓഫ് കയറിയാൽ മതി. അല്ലാതെ ഇത്ര മാർക്ക് കൂടുതൽ കിട്ടുന്ന ആൾക്ക് അങ്ങനെയൊന്നുമില്ല. ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആൾക്ക് അവർക്ക് എല്ലാവർക്കും അത് ക്വാളിഫൈഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു പ്രസി റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ് എന്നിവയെക്കുറിച്ച് ക്ലാസ് വേണമെങ്കിൽ അതൊന്ന് സജസ്റ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.